നമസ്കാരം. അനീഷിന്റെ ഫാൻ പവർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നൂറ. നൂറ തന്ത്രങ്ങൾ മാറ്റുന്നു. ആദില അനീഷ് ബന്ധം ജയിലിൽ സൗഹൃദത്തിലാകുമോ? ഷാനവാസ് അനീഷിനെ ചതിക്കുന്നുണ്ടോ? നമുക്ക് ഇന്നലത്തെ ചില കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്നലെ രാത്രി നടന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തായിരുന്നു, ഗെയിം മാതിരി കൊടുത്തു. കാര്യം ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി വെച്ചിരുന്നതാണ്. കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഒരു ബൗളിൽ ഒരു സാധനം വെച്ചിട്ട് അതിൽ നിന്ന് ചീട്ടെടുക്കുക, അതിനെക്കുറിച്ചുള്ള ഒരു ഇത് പറയാം. അപ്പൊ അങ്ങനെ കുറെ രസകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തിൽ എനിക്ക് തോന്നിയത്, അതായത് പിന്നെ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു സൂപ്പർ സ്റ്റാർ ആകുവാണെങ്കിൽ കുട പിടിച്ച് നടക്കാൻ ആരെ കൊണ്ടുപോകുന്ന ചോദിച്ചപ്പോ അക്ബറിന്റെ പേര് പറഞ്ഞു. അപ്പൊ കാരണം അതിനൊക്കെ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. കാര്യം അക്ബർ, ഞാൻ പൊക്കക്കുറവാണല്ലോ, അക്ബർ ഒക്കെ ആയിരിക്കും ഭയങ്കര നീളമുണ്ട്, അതുകൊണ്ട് കുട പിടിച്ചു കഴിഞ്ഞാൽ നനയത്തില്ല എന്നുള്ള ഒരു ഇന്നലെ രസമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പലരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പിന്നെ ഒരു ഇതായിട്ട് വന്നു കഴിഞ്ഞാല് എന്താണ്, മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവര് പോലും ഡിപ്രസ്ഡ് ആകുന്ന ആരാന്ന് ചോദിച്ചപ്പം അനീഷിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ്. പക്ഷെ ഒരു രസമുള്ള ടാസ്ക് ആയിരുന്നു. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് വലിയ പണി കൊടുത്ത് പിന്നെ അനീഷിനും ആദിലയ്ക്കും ജയിലില് ഇന്നലെ പോയെങ്കിലും ചെറിയ ഇങ്ങനെ നർമ്മസല്ലാപമൊക്കെ നടത്തി ഇങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. പൊടുന്നനെയാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തത്. കുറെ ചുമല മുത്ത് ഇവർക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഇതെല്ലാം കോർക്കണം. അത് ഒരാള് ഇതിനകത്തില് ഡിസഗ്രി ആയാൽ മറ്റേ ആളിന് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇത് വേണം തടസ്സപ്പെടുത്താം. അനീഷ് പറയാ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് സമ്മതപ്രകാരം ചെയ്ത് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ ഇതിനകത്തില് ആ ടാസ്ക് അങ്ങനെയാണ്. ഒരാള് വിട്ടു നിന്നാൽ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ശരി, രണ്ടുപേരും കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിയിട്ട് വേണം രണ്ടുപേർക്കും കൂടെ ഒരു ഡിസിഷൻ എടുക്കാൻ. രാവിലെ ഉറക്കം കഴിഞ്ഞ് ബാക്കി ചെയ്യാമെന്ന് പറയാം. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യമാണ്. പക്ഷെ അതിനിടയ്ക്ക് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ജയിലിൽ ഇവര് കടന്ന് ഇങ്ങനെ ഓരോ സ്റ്റോറികൾ പറയുന്നു. കോടന്നൂരിന്റെ ഗ്രാമത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദിൽ ചോദിക്കുകയാണ്, ചേട്ടൻ ഈശ്വരവിശ്വാസിയാണോ, പള്ളിയിൽ പോകാറുണ്ടോ? പറഞ്ഞു, ഞാൻ ഈശ്വരവിശ്വാസമില്ലാത്ത, ഞാൻ കിടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങള്, എനിക്ക് കിട്ടിയ നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ ഇത് പറയാറുണ്ട്, റിഗ്രറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോകും, എന്നാൽ സ്ഥിരം അങ്ങനെ പോകുന്ന ആള്, 200 മീറ്ററുകൾ വീട്ടിൽ നിന്ന് അകലം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അതിൽ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ ഡിവോഴ്സ് ആയതിനെ കുറിച്ച് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ലൈഫിലെ കാര്യങ്ങൾ പറയാതെ അല്ലെങ്കിൽ ശാഠ്യം പിടിച്ചിരിക്കുന്ന അനീഷ് ഒരു ആനയെ മരിക്കുന്ന മാതിരി ബിഗ് ബോസ് ചില പരിപാടികൾ ഇവരെ ചെയ്യിക്കുന്നുണ്ട്. കാര്യം ഇവരെ ആദിലനൂറെ ഇന്നലത്തെ ആ ഇഷ്യൂസ് ആണ്, പിന്നെ ഇവര് തമ്മിൽ ടച്ച് ചെയ്തു, ഇടിച്ചു എന്നൊക്കെ പറയുന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഇവർക്ക് ജയിൽ നോമിനേഷൻ തന്നെ വന്നത്. എന്തായാലും ശരി, അതിനൊപ്പം ഇവരിത് ചെയ്യുന്നതിനൊപ്പം തന്നെ മുന്നേ തന്നെ ഷാനവാസും അനുമോളും നൂറയും കൂടെ ജയിലിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പിന്നെ കടങ്കഥകൾ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ സൗഹൃദം ഇവരൊക്കെ ഈ ആദില, നൂറ, ഷാനവാസ്, പിന്നെ അനുമോൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടീമായിട്ട് എപ്പോഴും വഴക്കിടും. പക്ഷെ ഇവരൊരു ടീമാണ്. എന്നാൽ ഈ ബിന്നി എന്നൊക്കെ പറഞ്ഞാല് വേറെ അക്ബർ ആ ഒരു വേറൊരു ഇപ്പോഴും അവിടെ ഈ ഗ്രൂപ്പുകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഞെട്ടിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഫാൻ പവറിന്റെ ഒരു കാര്യം അവിടെ റിവീൽ ചെയ്തപ്പോ പിന്നെ നേരത്തെ അനുമോൾ വന്നിട്ടുണ്ട്, അതിലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വന്നേക്കുന്ന ഷാനവാസ് ഉണ്ട്. ഷാനവാസിന് നല്ല ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് ആയോണ്ടായിരിക്കും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഫാൻ പവറിൽ ഇപ്പൊ അനീഷ് കയറി വന്നേക്കുക. അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നൂറ. അനീഷ് രാവിലെ കൊടുത്ത ഈ ടാബ്ലറ്റ് പോലും ഇയാളോട് വെച്ചിട്ട് പോടൂ എന്നൊക്കെ പറഞ്ഞ് അതിൽ പറഞ്ഞു. നൂറ പറഞ്ഞ് ഇത് നിരസിച്ചവര് അരമണിക്കൂർ കഴിയുമ്പോ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. കാര്യം ഈ ഫാൻ പവർ കണ്ട് അനീഷുമായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ വെളിയിൽ ജനത്തിന് സപ്പോർട്ട്
ഈ അനീഷിന്റെ വെളിയിലത്തെ ഈ സപ്പോർട്ട് ഫാൻ പവർ കണ്ട് ബിഗ് ബോസ് റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഈ പിന്നെ നൂറ. നൂറ എപ്പോഴും വളരെ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ആള്. ആദിലേതല്ല, ഒരു സെൻസിറ്റീവ് ആണ്. വരുന്ന കാര്യങ്ങൾ അന്നേരം വിളിച്ചു പറയും. പാപായ കൊടാലി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു രമ്യത പോകണമെന്നുള്ള അങ്ങനൊന്നും ആഗ്രഹമൊന്നുമില്ല. നൂറ അതല്ല. നൂറ ചിന്തിച്ച് ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. കാര്യം അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഈ പറഞ്ഞ പിന്നെ ബിഗ് ബോസിന്റെ റിവീലാണ്. അതായത് ഫാൻ പവർ അനീഷിനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അനീഷിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ ഈ രാവിലെ മരുന്ന് സ്വീകരിക്കാൻ പോലും കൊണ്ടുകൊടുത്ത മരുന്ന് സ്വീകരിക്കാൻ നൂറയ്ക്കും അല്ലെങ്കിൽ ആദിലയും വെച്ചിട്ട് കൂടുമെന്ന് പറഞ്ഞവര് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആദിലെ എടുത്ത് നൂറ പറയാണ് നമ്മൾ ഇനി അനീഷിനെ എതിർക്കുന്നത് ശരിയല്ല. കാര്യം നൂറ ബ്രില്യന്റ് ആയിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദിലത് എത്രത്തോളം കൊണ്ടുപോകും എന്നുള്ളൊരു സംശയമാണ്. ബ്രില്യന്റ് ആയിട്ട് കളിക്കുന്ന നമുക്കൊരു നേരത്തെ അറിയാൻ നൂറ എന്തോ ചെരുപ്പ് ഫാക്ടറി ഒക്കെ കൊടുത്തതൊക്കെ ആ പവർ കിട്ടിയിട്ടാണ്. അപ്പൊ നൂറ ശരിക്കും ഒരു നല്ലൊരു പ്ലെയർ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ അനീഷ് ബേസ്ഡ് ആണ് കൂടുതൽ കോണ്ടന്റുകൾ വെളിയിൽ വരുന്നത്. രാവിലെ ആയാലും വൈകിട്ടായാലും രാത്രിയിലേ ഉള്ളൂ ആര്യൻ, ജിസയിൽ അല്ലെങ്കിൽ അനിമോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ അവിടെ കയറുന്നത്. ഈ കിച്ചൺ ആയാലും അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏരിയയിലായാലും അനീഷ് വന്നാൽ അതൊരു പേടി സ്വപ്നമാണ് എല്ലാവർക്കും. ഈ അനീഷ് ഷാനവാസ് ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അനീഷിനെ വീഴ്ത്താൻ ശ്രമിക്കുമ്പോഴും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അനീഷ് തന്ത്രപരമായി നിൽക്കുകയാണ്. അനീഷിനൊരു പേടിയുണ്ട്. ചിലപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരുമായിട്ടും കൊടുക്കും. അത് ചിലപ്പോൾ നടന്നേക്കും. പക്ഷെ ഇതിനകത്ത് വെച്ച് ഈ ഷാനവാസ് അനീഷിനെ ഇത് ഫേക്ക് ആണോ ഈ പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു സംശയം പുള്ളിക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഒരു പക്ഷെ എനിക്കും തോന്നുന്നുണ്ട് ഷാനവാസ് അനീഷിനെ ട്രാക്ക് നിർത്തിക്കൊണ്ട് അനീഷ് ഷാനവാസിന് കയറിപ്പോകാനുള്ള ഒരു തന്ത്രമല്ലേ എന്ന് എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും. അപ്പൊ അത് ഏകദേശമൊക്കെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഷാനവാസിന് ഒരു അനീഷിനോടൊരു സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഗെയിമിൽ ഇവര് ഓപ്പോസിറ്റ് ആയിട്ട് ഫൈനലിലേക്കോ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് ഇവര് തമ്മിൽ ടൈറ്റ് ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്. അനീഷിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അനീഷ് സ്നേഹമാണെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ പറയും ഞാൻ നിന്നെ വെറുക്കുന്നു. ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇതിനകത്ത് നടക്കുന്നത്. എന്തായാലും ശരി, ഇപ്പോൾ അനീഷും ആദിലയും ഈ ജയിൽ ടാസ്ക് ഇപ്പൊ രാവിലെ ആയല്ലോ. അപ്പം ഇന്ന് പൂർത്തിയാക്കി ജയിലിൽ നിന്ന് ഇറങ്ങണം. മറ്റു അപ്ഡേറ്റുകളുമായി വരാം. നന്ദി, നമസ്കാരം.